അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു കിടിലൻ റെസിപ്പിയാണ്. അധികം കഴിക്കാത്തൊരു വെറൈറ്റി ഡിഷായിരിക്കും ഇത്. അതാണ് കായയും കോഴിയും. ഇതൊരു കംപ്ലീറ്റ് മീലാണ്. ഇതിൻ്റെ കൂടെ വേറെ സൈഡ് ഡിഷൊന്നും വേണ്ട. ഇതിലൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നല്ല വിളഞ്ഞ പച്ച നേന്ത്രക്കായ. ഇത് തൊലി കളഞ്ഞിട്ട് വേണം നമുക്ക് ഉപയോഗിക്കാൻ. അപ്പോൾ നമ്മുടെ കായയും കോഴിയിലേക്കും വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ നല്ല കഴുകി വൃത്തിയാക്കിയ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ്. ഇത് 2 കിലോ ഉണ്ടാവും. ഇനി അതിലേക്ക് 3 നേന്ത്രപ്പഴം അത്ര എടുത്തിട്ടുണ്ട്, നല്ല തൊലി കളഞ്ഞ നേന്ത്രപ്പഴം. പിന്നെ അതിലേക്ക് ഒരു 250 ഗ്രാം ചെറിയ ഉള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, പിന്നെ 2 തക്കാളി, ഒരു 5-6 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഉപ്പ്, അത് ആവശ്യത്തിന് ഇടാം കേട്ടോ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. അതിലേക്ക് ഇങ്ങനത്തെ ഒരു 2-3 ഗ്ലാസ് വെള്ളമോളം ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇത് ലാസ്റ്റ് ഇത് തൂമിക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയും കറിവേപ്പിലയാണ്. അതിന് വേണ്ട വെളിച്ചെണ്ണയുണ്ട്. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് ഈ ചേരുവകൾ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി കുഴച്ചെടുക്കുക. നാടൻ കോഴിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നേന്ത്രപ്പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം, അപ്പോഴേ ഇതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇതിൽ നമ്മൾ മുളക് പൊടി യൂസ് ചെയ്യില്ല കേട്ടോ. ഈ പച്ചമുളകും കുരുമുളകുമാണ് എരിവിന് നമ്മൾ ചേർക്കുന്നത്. അതാണ് ഈ ഡിഷിനൊരു പ്രത്യേക ഫ്ലേവർ കൊടുക്കുന്നത്. ചെറുള്ളിയാണ് നമ്മളിതിലേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോഴേ ഇതിന് ആ നാടൻ രുചി കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനി ഇതുപോലെ നമുക്കിത് നന്നായിട്ട് കുഴയ്ക്കണം. എല്ലാ ചേരുവകളും അതിൽ നല്ലോണം മിക്സ് ചെയ്ത് വരണം. ഇനി അടി കട്ടിയുള്ള ഒരു പരന്ന പാത്രത്തിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ. നേന്ത്രക്കായ ഉള്ളതുകൊണ്ട് വേഗം അടി പിടിക്കും. ഞാനിവിടെ അടുപ്പത്താണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. നന്നായി ഇതുപോലെ ഇളക്കിയതിന് ശേഷം മൂടി വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കും. കണ്ടില്ല, വെള്ളം ഉണ്ടോയെന്നൊക്കെ ഇടയ്ക്ക് നോക്കിക്കൊണ്ടേ ഇരിക്കണം. ഇടയ്ക്ക് ഇതുപോലെ തുറന്ന് നോക്കി വെള്ളം കുറവാണെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളമാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. ഒരുപാട് കത്തിക്കരുത്, കാരണം വേഗം വെള്ളം വറ്റി പോകാൻ ചാൻസ് ഉണ്ട്. ഗ്യാസിലാണെങ്കിൽ മീഡിയം ഫ്ലെയിമിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെ ഇടയിൽ വേണം വേവിച്ചെടുക്കാൻ. പിന്നെ മൺകലത്തിലുണ്ടാക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ, പെട്ടെന്ന് വെള്ളം വറ്റിപ്പോവും. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു മരത്തിൻ്റെ ചട്ടുകം വെച്ചിട്ട് ഇതുപോലെ നന്നായി കുത്തി ഉടക്കണം. എല്ലാതും നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം. വെള്ളം നല്ലോണം വറ്റണം. അപ്പോൾ അതുവരേക്കും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതുപോലെ ഇളക്കി കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഒരു അലീസ പരുവത്തിലാക്കിയെടുക്കണം. ഇതുപോലെ ആയി കിട്ടണം. ഇനി ഒരു പാന് ചൂടാക്കി നമുക്കതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണയും ചെറിയുള്ളിയും പിന്നെ കറിവേപ്പിലയും ഒക്കെ കുറച്ച് കൂടുതൽ തന്നെ വേണം. എങ്കിലേ നമ്മൾ വിചാരിച്ച ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഉള്ളി ഒരു ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ നമുക്കിനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി നല്ലോണം മിക്സ് ചെയ്യണം. സത്യം പറഞ്ഞാൽ ഈ കായും കോഴിയെന്ന് കേൾക്കുമ്പോൾ പലർക്കും ചിരി വരാം. കാരണം ഇതൊരു ടിപ്പിക്കൽ നാടൻ വിഭവമാണ്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. അപാര ടേസ്റ്റാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ഉണ്ടാക്കിയാൽ പിന്നെ എപ്പോഴും ഉണ്ടാക്കും. ഇഫ്താർ ടൈമിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിടില ഐറ്റമാണ് കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. വീണ്ടും ഒരു ഹെൽത്തി റെസിപ്പിയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷെറിൻ.